നമസ്കാരം. ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ചാടിയ വിവരം എല്ലാവരും അറിഞ്ഞിരിക്കും. ഒരു ഒറ്റക്കയ്യനാണെന്ന് ഓർക്കണം. ആ ഒറ്റക്കയ്യന് ഇത്രയുമൊക്കെ സുരക്ഷകൾ ഭേദിച്ച് വെളിയിൽ കടക്കാൻ സാധിച്ചു എങ്കിൽ അവിടെ ഇതിലും ആരോഗ്യമുള്ള രണ്ട് കൈയും ഒരു കുഴപ്പമില്ലാത്ത എത്രയോ പേര് അതിനകത്തുണ്ടെന്ന് ഓർക്കണം. ഈ ബ്ലോക്ക് 10 അതീവ സുരക്ഷ വേണ്ടവരെയാണ് ഇട്ടിരിക്കുന്നത്. അതിനകത്ത് എത്രയോ പേരുണ്ടെന്ന് ഓർക്കണം. അത് തന്നെയുമല്ല, അയാളുടെ കൂടെ ഒരു തമിഴനും കൂടെ ഉണ്ടായിരുന്നു. അയാൾ ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. ഇതൊക്കെ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ജനമാണോ നമ്മളെന്ന് ചിന്തിച്ചു പോകും. അതുകൊണ്ട് തന്നെ അതിനകത്ത് ശ്രദ്ധേയമായ ഒരു കാര്യം, പുതിയ DGP ഇന്ന് അവിടെ ഒരു മീറ്റിങ്ങിന് എത്തുന്നു എന്നറിഞ്ഞ ദിവസം തന്നെയാണ് ഇത് സംഭവിച്ചതെന്ന് വളരെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം, ആരുടെയെങ്കിലും ഒരു സഹായമില്ലാതെ അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഈ ദിവസം തന്നെ അയാൾ തിരഞ്ഞെടുത്തത് എന്തിനാണെന്ന് നമുക്കറിയില്ല. അതേപോലെ തന്നെ 5 മണിക്കൂറിന് ശേഷമാണ് അയാളെ അന്വേഷിക്കുന്നത് പോലും. അപ്പോൾ അയാൾക്ക് രക്ഷപ്പെടേണ്ട പോലെ രക്ഷപ്പെടാൻ സാധിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷേ കേരള പോലീസിൽ നമുക്ക് നല്ല വിശ്വാസമുണ്ട്. എല്ലാവരും നല്ലതല്ലെങ്കിലും കുറച്ച് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായാലും അയാളെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷേ ഇനിയും തീറ്റിപ്പോറ്റി അയാളെ സിനിമാടിനെ പോലെ ആക്കാതെ എൻകൗണ്ടർ കില്ലിങ്ങിലൂടെ അയാളെ പരലോകത്തേക്ക് അയക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അങ്ങനെയുള്ള സംഭവങ്ങൾ നിരവധി ഹൈദരാബാദിലൊക്കെ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ്. 2019 നമ്മൾ കണ്ടതാണ്. ഇതുപോലെ ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം. ഇങ്ങനെ എൻകൗണ്ടർ കില്ലിങ്ങിൽ കൂടി കൊന്ന പോലീസുകാരെ ഒന്നും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും അത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതൊരു ക്രിമിനൽ തന്നെയാണ്. അയാളെ ഇറങ്ങിയപ്പോൾ തന്നെ വളരെ ഭീതിപൂർവ്വം എല്ലാവരും സ്ത്രീകളെ സൂക്ഷിക്കണം എന്നുള്ള മുന്നറിയിപ്പോടു കൂടിയാണ് നമുക്ക് ഈ വാർത്ത നമ്മളെ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉള്ള ഒരു മനുഷ്യനെ ഇനിയും കൂടുതൽ തീറ്റിപ്പോറ്റി പോറ്റാതെ എൻകൗണ്ടർ കില്ലിംഗ് നടത്തണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്?